അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 5ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിൻ്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരുന്ന പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അദ്ദർസുൽ ഖാമിസ്, 5ാമത്തെ പാഠം, അൽ അവ്വൽ വൽ ആഖിർ. അപ്പൊ നോക്കൂ, 2 പ്രസിഡന്റുമാരുണ്ടായാൽ ഭരണം ഭംഗിയായി നടക്കുമോ? ഇല്ല. ഒരാൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന കാര്യം മറ്റേയാൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചാൽ കലഹമാകും. അപ്പോൾ ഈ ലോകത്ത് 2 ഇലാഹുണ്ടായാൽ എന്താകും സ്ഥിതി? ഒരാൾ മഴ പെയ്യാൻ തീരുമാനിക്കുമ്പോൾ മറ്റേയാൾ മഴ വേണ്ടെന്ന് പറയാം. അതോടെ 2 പേരും അശക്തരാവും. അശക്തർ ഇലാഹാവുകയില്ല. അല്ലാഹു തആല പറഞ്ഞു, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. അല്ലാഹു തആല അല്ലാത്ത ആരാധ്യനുണ്ടായിരുന്നെങ്കിൽ ആകാശഭൂമികൾ നശിക്കുമായിരുന്നു. ഇലാഹ് ഒന്നിലധികമായാൽ ലോകത്തിന്റെ വ്യവസ്ഥ അവതാളത്തിലാവും, കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് വ്യവസ്ഥാപിതമായി നിലകൊള്ളുന്ന ഈ പ്രപഞ്ചത്തിന് ഒരു നിയന്താവ് മാത്രമേ ഉണ്ടാകാവൂ. അവനാണ് അല്ലാഹു തആല. യഥാർത്ഥ ഇലാഹ് അല്ലാഹു തആല മാത്രമാണ്. അവൻ ഏകനാണ്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അശക്തി അല്ലാഹു തആലക്ക് മുസ്തഹീലായ സിഫത്താണ്. എന്താണ് മുസ്തഹീലായ സിഫത്ത്? ബഹജമോൾ ചോദിച്ചു. ഇലാഹിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് മുസ്തഹീലായ സിഫത്ത്. അവ 20 ഉസ്താദ് പറഞ്ഞു. വാജിബായ സിഫത്തുകളുടെ വിപരീതങ്ങളാണവ. ഏതൊക്കെയാണ് വാജിബായ സിഫത്തുകൾ? ബാസിൽ മുൻ ചോദിച്ചു. ഉസ്താദ് പാട്ടുപാടി. ഫല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖ് വഖായിമുൻ ഗനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബികുല്ലി ഷൈ സമീഉനിൽ ബസീർ വൽ മുതകല്ലിം ലഹു സിഫാത്തുൻ സബ്അത്തുൻ തൻതളിം ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സമഉൻ ബസർ ഹയാത്തുനിൽ ഇൽമു കലാമുൻ ഇസ്തമർ. വാജിബും മുസ്തഹീലുമായ സിഫത്തുകൾ നമുക്ക് താരതമ്യം ചെയ്തു നോക്കാം. നമുക്കിവിടെ അസ്സിഫാത്തുൽ വാജിബ എന്നതിൽ വാജിബായ സിഫത്തുകൾ കൊടുത്തിരിക്കുന്നു. അതിന്റെ വിപരീതമാണ് മുസ്തഹീലായ സിഫത്തുകൾ. അതിപ്പുറത്തും കൊടുത്തിരിക്കുന്നു അസ്സിഫാത്തുൽ മുസ്തഹീല. അപ്പൊ നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം. 1, അൽ വുജൂദ്, ഉള്ളവനായിരിക്കുക. ഇത് വാജിബായ സിഫത്താണ്. അതിന്റെ വിപരീതമാണ് അൽ അദം, മുസ്തഹിലായ സിഫത്ത്. അതിന്റെ അർത്ഥം എന്താണ്? ഇല്ലാതിരിക്കുക. 2, അൽ ഖിദം, അനാദിലായിരിക്കുക. അതിന്റെ വിപരീതം അൽ ഹുദൂസ്, പുതുതായി ഉണ്ടാവുക. 3, അൽ ബഖാ, അന്ത്യമില്ലാതിരിക്കുക. അതിന്റെ വിപരീതമാണ് അൽ ഫനാ, നശിച്ചു പോവുക. 4, അൽ മുഖാലഫത്തുൽ ഹവാദിസ്, സൃഷ്ടികളോട് എല്ലാ നിലയിലും വ്യത്യസ്തമാവുക. അതിന്റെ വിപരീതമാണ് അൽ മുമാസലത്തുൽ ഹവാദിസ്, സൃഷ്ടികളോട് വല്ല നിലയിലും സാദൃശ്യമാവുക. 5, അൽ ഖിയാമു ബിൻ നഫ്സ്, നിരാശ്രയത്വം. അതിന്റെ വിപരീതമാണ് അൽ ഇഖ്തിയാജ്, ആശ്രയത്വം. 6, അൽ വഹദാനിയ, ഏകത്വം. അതിന്റെ വിപരീതമാണ് അത് തഅദ്ദുദ്, ബഹുത്വം. അടുത്ത പേജ് നോക്കൂ. 7, അൽ ഖുദ്റത്ത്, കഴിവ്. അതിന്റെ വിപരീതമാണ് അൽ അജ്സ്, അശക്തി. 8, അൽ ഇറാദത്ത്, ഉദ്ദേശം. അതിന്റെ വിപരീതമാണ് അൽ കറാഹത്ത്, നിർബന്ധിതാവസ്ഥ. 9, അൽ ഇൽമ്, അറിവ്. അതിന്റെ വിപരീതമാണ് അൽ ജഹൽ, അജ്ഞത. 10, അൽ ഹയാത്ത്, ജീവ്. അതിന്റെ വിപരീതമാണ് അൽ മൗത്ത്, മരണം. 11, അസ്സമഅ്, കേൾവി. അതിന്റെ വിപരീതമാണ് അസ്വമം,
ബധിരത. 12 അൽ ബസർ, കാഴ്ച. അതിന്റെ വിപരീതമാണ് അൽ അമ, അന്ധത. 13 അൽ കലാം, സംസാരം. അതിന്റെ വിപരീതമാണ് അൽ ബക്കം, മൂകത. 14 കൗനുഹു ഖാദിറ, കഴിവുള്ളവനായിരിക്കുക. അതിന്റെ വിപരീതമാണ് കൗനുഹു ആജിസ, അശക്തനാവുക. 15 കൗനുഹു മുരീദ, ഉദ്ദേശമുള്ളവനായിരിക്കുക. അതിന്റെ വിപരീതമാണ് കൗനുഹു കാരിഹ, നിർബന്ധിതനാവുക. 16 കൗനുഹു ആലിമ, അറിവുള്ളവനായിരിക്കുക. അതിന്റെ വിപരീതമാണ് കൗനുഹു ജാഹില, അജ്ഞതയുള്ളവനാവുക. 17 കൗനുഹു ഹയ്യ, ജീവിച്ചിരിക്കുന്നവനാവുക. അതിന്റെ വിപരീതമാണ് കൗനുഹു മയ്യിത, മരിക്കുന്നവനാവുക. 18 കൗനുഹു സമീഅ, കേൾവിയുള്ളവനായിരിക്കുക. അതിന്റെ വിപരീതമാണ് കൗനുഹു അസമ്മ, ബധിരനാവുക. 19 കൗനുഹു ബസീറ, കാഴ്ചയുള്ളവനായിരിക്കുക. അതിന് വിപരീതമാണ് കൗനുഹു അഅ്മ, അന്ധനാവുക. 20 കൗനുഹു മുതകല്ലിമ, സംസാരമുള്ളവനായിരിക്കുക. അതിന് വിപരീതമാണ് കൗനുഹു അബ്കം, മൂകനാവുക. ഇപ്പൊ നമ്മൾ അല്ലാഹു തആലയുടെ വാജിബായ സിഫത്തുകൾ 20ഉം അതിന് വിപരീതമായ മുസ്തഹിലായ സിഫത്തുകൾ 20ഉം പഠിച്ചു. ഇനി ജായിസായ സിഫത്തും ഒന്ന് ഉണ്ട്. ഉണ്ടാകാവുന്ന കാര്യം ചെയ്യലും ചെയ്യാതിരിക്കലും അല്ലാഹു തആലക്ക് ജായിസായ സിഫത്താണ്. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നക്തുബുൽ മഅന, അർത്ഥമെഴുതാനുള്ളതാണ്. നാം ഈ പാഠത്തിൽ പഠിച്ച വാജിബായ സിഫത്തുകളുടെ ഏതാനും സിഫത്തുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ എഴുതണം. 1 ഖുദ്റത്ത്, അർത്ഥമെന്താണ്? കഴിവ്. ഇൽമ്, അറിവ്. സമഅ്, കേൾവി. കലാം, സംസാരം. അൽ ഖിയാമു ബിൻ നഫ്സ്, നിരാശ്രയത്വം. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നക്തുബു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ബാക്കിയുള്ളത് എഴുതണം. ഇവിടെ നോക്കൂ, ഖുദ്റത്ത് കൗനുഹു ഖാദിറ എന്ന് കൊടുത്തിരിക്കുന്നു. അതിന് വിപരീതം അജിസ്. എങ്ങനെയാണ് എഴുതുക? കൗനുഹു ആജിസ. ഇതുപോലെ ഓരോന്നും എഴുതണം. ഇറാദത്ത് കൗനുഹു മുരീദ. അതിന്റെ വിപരീതമാണ് കറാഹത്ത്, കൗനുഹു കാരിഹ. ഇൽമ് കൗനുഹു ആലിമ. അതിന്റെ വിപരീതമാണ് ജഹൽ, കൗനുഹു ജാഹില. അടുത്തത് ഹയാത്ത്, കൗനുഹു ഹയ്യ. അതിന്റെ വിപരീതമാണ് മൗത്ത്, കൗനുഹു മയ്യിത. സമഅ് കൗനുഹു സമീഅ. അതിന്റെ വിപരീതമാണ് സമം, കൗനുഹു അസമ്മ. അടുത്തത് ബസർ, കൗനുഹു ബസീറ. അതിന്റെ വിപരീതമാണ് അമ, കൗനുഹു അഅ്മ. അടുത്തത് കലാം, കൗനുഹു മുതകല്ലിമ. അതിന്റെ വിപരീതമാണ് ബക്കം, കൗനുഹു അബ്കം. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുഅർരിബ്. നാം ഈ പാഠത്തിൽ പഠിച്ച മുസ്തഹിലായ സിഫത്തുകളുടെ ഏതാനും സിഫത്തുകൾ കൊടുത്തിരിക്കുന്നു. പക്ഷേ അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അറബി നമ്മൾ എഴുതണം. ആശ്രയത്വം, അറബി എന്താണ്? അൽ ഇഖ്തിയാജ്. അടുത്തത് നിർബന്ധിതാവസ്ഥ, അറബി എന്താണ്? അൽ കറാഹത്ത്. അടുത്തത് ബഹുത്വം, അറബി എന്താണ്? അത്തഅദ്ദുദ്. അടുത്തത് അജ്ഞത, അറബി എന്താണ്? അൽ ജഹൽ. അവസാനം അശക്തി, അതിന്റെ അറബി അൽ അജിസ്. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നക്തുബുൽ ലിദ്. ഇവിടെ മുസ്തഹിലായ സിഫത്തുകൾ കൊടുത്തിരിക്കുന്നു. അതിന് വിപരീതമായ വാജിബായ സിഫത്തുകൾ നമ്മൾ എഴുതണം. ഓർന്നിന്റെയും വിപരീതം എഴുതണം. അപ്പൊ നമുക്ക് എഴുതാം. അൽ ബക്കം, മൂകത. അതിന്റെ വിപരീതമാണ് അൽ കലാം, സംസാരം. അടുത്തത് അൽ അദം, ഇല്ലാതിരിക്കുക. അതിന്റെ വിപരീതമാണ് അൽ വുജൂദ്, ഉള്ളവനായിരിക്കുക.
അൽ അമ അന്ധത. അതിന്റെ വിപരീതമാണ് അൽ ബസർ കാഴ്ച. അടുത്തത് അൽ ഹുദൂസ് പുതുതായി ഉണ്ടാവുക. അതിന്റെ വിപരീതമാണ് അൽ ഖിദം അനാദിനായിരിക്കുക. അടുത്തത് അസ്വമം ബധിരത. അതിന്റെ വിപരീതമാണ് അസ്സംഅ കേൾവി. അടുത്തത് അൽ ഫനാ നശിച്ചു പോവുക. അതിന്റെ വിപരീതമാണ് അൽ ബഖാ അന്ത്യമില്ലാതിരിക്കുക. അടുത്തത് അൽ മൗത്ത് മരണം. അതിന്റെ വിപരീതമാണ് അൽ ഹയാത്ത് ജീവ്. അടുത്തത് അൽ ഇഖ്തിയാജ് ആശ്രയത്വം. അതിന്റെ വിപരീതമാണ് അൽ ഖിയാമു ബിൻ നഫ്സ് നിരാശ്രയത്വം. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം നുജീബ്. ഒന്നാമത്തെ ചോദ്യം, ഒരു രാജ്യത്ത് 2 രാജാക്കന്മാർ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഉത്തരം, ഒരാൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന കാര്യം മറ്റേയാൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചാൽ കലഹമാകും. രണ്ടാമത്തെ ചോദ്യം, 2 ഇലാഹുണ്ടായാൽ എന്താണ് പ്രശ്നം? ഉത്തരം, ഒരാൾ മഴ പെയ്യാൻ തീരുമാനിക്കുമ്പോൾ മറ്റേയാൾ മഴ വേണ്ടെന്ന് പറയാം. അതോടെ 2 പേരും അശക്തരാവും. മൂന്നാമത്തെ ചോദ്യം, അല്ലാഹു തആലക്ക് ജായിസായ സിഫത്ത് ഏതാണ്? ഉത്തരം, ഉണ്ടാകാവുന്ന കാര്യം ചെയ്യലും ചെയ്യാതിരിക്കലും അല്ലാഹു തആലക്ക് ജായിസായ സിഫത്താണ്. തദ്രീബാത്തിൽ ആറാമത്തെ പ്രവർത്തനം റുഇദ് ഫിഖ്റ ഖണ്ഡിക തയ്യാറാക്കാനുള്ളതാണ്. അല്ലാഹു അഹദ് അല്ലാഹു ഏകനാണ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കണം. നമുക്ക് തയ്യാറാക്കാം. ഒപ്പം നോക്കൂ. അസ്തിത്വത്തിന്റെ പ്രത്യേകത കൊണ്ടും തുല്യപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടും സത്തയിലും ഗുണഗണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏകൻ എന്ന വിശേഷണത്തിന് അർഹനായവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു ഏകനാണ്. ബഹുത്വമോ നാനാത്വമോ ഘടനയോ ഇല്ലാത്തവനാണവൻ. ഇണയോ തുണയോ പങ്കാളിയോ ഇല്ലാത്തവൻ. സത്തയിലും ഗുണങ്ങളിലും പ്രവർത്തനത്തിലുമെല്ലാം തന്നെ ഏകനായുള്ളവൻ. പ്രപഞ്ചത്തിന്റെ ഏക സൃഷ്ടാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമാണവൻ. അല്ലാഹു ഏകനാണെന്നും അവൻ സ്വതന്ത്രനാണെന്നും അവന് ഒരു പിന്തുണയും ആവശ്യമില്ലെന്നും എല്ലാം അവനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും വ്യക്തമാണ്. അവന് പിതാവില്ല, മക്കളുമില്ല. അവന് തുല്യനായി ആരും തന്നെ ഇല്ല. അവൻ സന്താനം ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിച്ചുണ്ടായിട്ടുമില്ല. അവൻ ഏതെങ്കിലും ഒന്നിന്റെ ജനയിതാവല്ല, അഥവാ പിതാവോ മാതാവോ ബീജമോ അല്ല. അവൻ മറ്റൊന്നിൽ നിന്ന് ജന്യനായവനോ ഉത്ഭവിച്ചവനോ അല്ല. അവൻ സ്വയംഭൂവാണ്, അനാദ്യനാണ്. അപ്പോൾ അവന്റെ സന്താനമോ അവതാരമോ ആയി യാതൊന്നും ഉണ്ടാവുന്നതല്ല. അങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധനാണവൻ. അവന് തുല്യനായി ഒരുവനുമില്ല. അവന്റെ പ്രവർത്തനങ്ങളിലോ അധികാരത്തിലോ അവകാശത്തിലോ സൃഷ്ടിയിലോ സംഹാരത്തിലോ നിയന്ത്രണത്തിലോ അറിവിലോ കഴിവിലോ ഒന്നും തന്നെ അവന് തുല്യനായി കിടയായി പങ്കാളിയായി ഒന്നുമില്ല. അവനെപ്പോലെ ഒരു വസ്തുവുമില്ല. അവനാകട്ടെ എല്ലാം കേൾക്കുന്നവനും കണ്ടറിയുന്നവനുമാണ്. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.